ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം ഇനി വരാൻ പോകുന്നൊരു ഭാഗമാണ് പറയാൻ പോണത്. അങ്ങനെ നമ്മുടെ അപർണയാണെന്നുണ്ടെങ്കിൽ അളകാപുരിയിൽ തനിക്ക് തോന്നിയ പോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാട്ടോ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. അപർണയാണെങ്കിൽ ഒരു ഫുഡും ഉണ്ടാക്കാണ്ട് എല്ലാം ഓർഡർ ചെയ്താണ് വരുത്തിയിട്ട് എല്ലാം ഞാനുണ്ടാക്കിയ ഫുഡാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കൈയോടെ ജാനകി പിടിക്കുന്നുണ്ട്. ഇനി ഒരിക്കലും പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് ഇവിടെയുള്ള എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡ് ഇവിടെ ഓർഡർ ചെയ്യണം. ഇവിടെ 10-12 പേരെങ്കിലും ഉണ്ടാകും അല്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കുക. അമൃതയും കൂടി വന്നാലും എങ്ങനെ വന്നാലും 10 പേരെങ്കിലും ഈ വീട്ടിലുണ്ടാവും. അപ്പോൾ അവർക്കുള്ള ഫുഡെല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചാൽ പൈസ മുടക്കാൻ പറ്റില്ല. മാത്രമല്ല വയറും കേടാവും. വല്ലപ്പോഴൊക്കെ പുറത്തുനിന്ന് കഴിക്കണ പോലെയല്ലല്ലോ എപ്പോഴും കഴിക്കണത്. മാത്രമല്ല നീ 4 നേരം പുറത്തുനിന്ന് വാങ്ങിക്കും. ഒരു ദിവസം നിനക്ക് 10,000 രൂപയുടെ ചിലവാവലോടെ അപർണ എന്ന് പറയണം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ തന്നെ ഫുഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണത്. ആരും ജനിക്കുമ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചുകൊണ്ടല്ലല്ലോ വരുന്നത്. എല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിയൊക്കെ പഠിക്കുകയാണ്. അറിയില്ലെങ്കിൽ ഒരു ബുക്ക് ഞാൻ വാങ്ങിച്ചുതരാം. അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നോക്കിക്കൂടെ? വീഡിയോസ് ഉണ്ട്, ഫോണിലൊക്കെ ആയിരിക്കണം. അതിൽ വീഡിയോസ് നോക്ക്. അതിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും പാചകത്തിന്റെ. അതൊക്കെ നോക്കി പഠിക്കും. അല്ലെങ്കിൽ ബുക്ക് ഞാൻ മേടിച്ചിടാം, അത് നോക്കി പഠിച്ച് പാചകം ചെയ്യും എന്ന് പറയാണ്. അതിനുശേഷം ജാനകി അവിടെ പോവാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, അച്ഛന്റെ കാര്യങ്ങൾ നോക്കാനുണ്ടെന്ന് പറയുമ്പോൾ അത് പണി ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് അപർണ പറയാണ്. ജാനകി പറയണ്ടേ, ഇതിപ്പോ എന്റെ വീടാണ്, എന്റെയും അഭിയേട്ടന്റെ വീടാണ്. മുമ്പ് നീ ഒരുപാട് കളിയാക്കാറുണ്ടായിരുന്നല്ലോ, ഈ വീട് എന്താ എന്റെയാണോ നിന്റെ അഭിയേട്ടന്റെ ആണോ നിന്റെ ആണോ നിങ്ങൾ എവിടുന്നോ വന്നവരാണെന്നൊക്കെ പറയണ്ടായിരുന്നല്ലോ. നീ പറഞ്ഞ തമാശക്ക് പറഞ്ഞ കളിയാക്കിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ സത്യമായില്ല പറഞ്ഞേ. അതാണ് വാവിട്ട വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയണത്. അതുകൊണ്ട് ഈ വീട്ടിലെ പണിയെല്ലാം നീ തന്നെ എടുക്കണം. പാചകത്തിന്റെ പണി നീ ചെയ്തോ, വീട് തൂത്ത് അടിക്കടിച്ച് വീട് വൃത്തിയാക്കണത് അമ്മ ചെയ്തോളും എന്ന് പറയാണ്. അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും നീ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണം, അച്ഛന് ഫുഡ് കൊടുക്കാനുള്ളതാ എന്ന് പറയാണ്. നിനക്കിത് അല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാനകി അവിടെ നിന്ന് പോവാട്ടോ. അപർണക്കാകെ ദേഷ്യം വരുന്നുണ്ട്. അപർണയാണെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കുന്ന ഫുഡാണെങ്കിൽ ഭയങ്കര ലോക തോൽവി ഫുഡാട്ടോ ഉണ്ടാക്കുന്നത്. അമ്മമ്മയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് എന്ത് കറിയാ നീ വെച്ചേക്കണത്? വാളംപുളി പിഴിഞ്ഞിട്ടാണ് ഈ കറി ഉണ്ടാക്കണത്, വായ വെക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറയാണ്. അപർണ പാത്രമൊക്കെ എടുക്കുമ്പോൾ നിലത്തൊക്കെ വീണ് പാത്രത്തിന്റെ കറിയൊക്കെ തെറിച്ച് വീണൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അപർണനെ കൊണ്ട് തന്നെ തൊടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അമല് പറയുന്നുണ്ട്, ഹോ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു, നീ പാചകമൊക്കെ ചെയ്ത് നിലത്ത് കറിയൊക്കെ വീഴുമ്പോൾ തൂത്ത് തുടച്ച് വൃത്തിയാക്കണം, അതൊക്കെ ഇപ്പൊ സത്യമായി എന്നൊക്കെ പറയണം. അങ്ങനെയൊക്കെ 2 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ തമ്പിയും വരുവാണ്. അതായത് തമ്പിയും ഭാര്യയും കൂടി വരുവാണ്. ഞങ്ങളിനി കുറച്ച് ദിവസം ഇവിടെയാണ് നിൽക്കാൻ പോണത് എന്ന് പറയുമ്പോൾ അപർണക്ക് സന്തോഷമാണ്. ആ അച്ഛനും അമ്മയോട് നിന്നാൽ എനിക്കൊരു ധൈര്യമാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും ജാനകി നോക്കുമ്പോഴേക്കും ഈ അച്ഛനമ്മക്കൊക്കെ വിളമ്പി കൊടുക്കുന്ന ഫുഡൊക്കെ പുറത്തുനിന്ന് കൊടുക്കുന്ന ഫുഡ് കേട്ടോ. മാത്രമല്ല തമ്പിയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന രീതിയിലാണ് തമ്പി നടക്കുന്നത്. ഇതൊന്നും തന്നെ ജാനകിക്ക് ഇഷ്ടപ്പെടുന്നേ ഇല്ല കേട്ടോ. അതിനുശേഷം ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ്. അങ്ങനെ തമിഴിൽ വെച്ച് നോക്കുകയാണെങ്കിൽ തമിഴിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ അബീനെ കുറിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇപ്പൊ തമിഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അബിക്ക് വേറൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിലുള്ള മകളാണ് പൊന്നു. പിന്നെ എങ്ങനെ ജാനകിയുടെ കൈ വന്നെന്നുള്ളതല്ലേ. ഞാൻ ഇതിന്റെ വീഡിയോ മുമ്പ് ഇടുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ജാനകിയുടെയും അബിയുടെ മകളായിട്ട് വളർന്ന പൊന്നു അവരുടെ മകളല്ല കേട്ടോ. ജാനകി ഇപ്പൊ പ്രഗ്നന്റ് ആണ്. പക്ഷെ മുമ്പ് ഒരുപാട് നാൾ ഇവർക്ക് കുഞ്ഞുങ്ങൾ ഇല്ലാണ്ടായപ്പോൾ ഓർഫനേജിൽ നിന്ന് ദത്തെടുത്ത കുഞ്ഞാണ് ഈ പൊന്നു എന്ന് പറയുന്നത്. പൊന്നുക്ക് ഒരു അമ്മയുണ്ട്, കാവ്യ എന്നാണ് പേര്. കാവ്യനെ ആരോ പ്രണയിച്ച് ഉപേക്ഷിച്ച് പോയപ്പോൾ കാവ്യ പ്രസവിച്ച കുഞ്ഞാണ് പൊന്നു. അപ്പൊ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ പൊന്നുയുടെ ശരിക്കുള്ള അച്ഛൻ നമ്മുടെ അബി തന്നെയാണ്. കാവ്യക്ക് അബിയിലുണ്ടായ കുഞ്ഞാണ് ഈ പൊന്നു എന്ന് പറയുന്നത്. അത് അബി മനഃപൂർവ്വം കാവ്യനെ പ്രണയിച്ച് വീഴ്ത്തിയതൊന്നുമല്ല. കുടിച്ചു വന്ന ദിവസം, അതായത് ഇവരുടെ എന്തോ ഒരു ബന്ധു ആരോ ആണ് ഈ കാവ്യ. അപ്പൊ കുടിച്ചു വന്ന എന്തോ സമയത്ത് അബി അറിയാണ്ട് അതായത് ജാനകിക്കൊക്കെ മുമ്പാട്ടോ, ജാനകി ലൈഫിലേക്ക് തന്നെ മുമ്പാണ്. അപ്പൊ കുടിച്ചു വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ അബി ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ കാവ്യനെ കയറി പിടിക്കുകയും അതുപോലെ തന്നെ കാവ്യ മാറാൻ നോക്കുമ്പോൾ കാവ്യനെ കീഴ്പ്പെടുത്തുകയും അങ്ങനെയാണ് കുഞ്ഞുണ്ടായത്. അതാണ് പൊന്നു എന്ന് പറയുന്നത്. അപ്പൊ ആ ഭാഗമാണ് ഇപ്പൊ തമിഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതറിയണം നമ്മുടെ ജാനകി അങ്ങ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും അമ്മയും അച്ഛനൊക്കെ ജാനകിയുടെ കാല് പിടിക്കുന്നുണ്ട്. നീ തിരിച്ചു വാന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കുമ്പോൾ ജാനകി പറയും, എനിക്ക് അവിടെ തിരിച്ചു വരേണ്ട കാര്യമില്ലല്ലോ, ഇവിടെ എന്നെ പറ്റിക്കായിരുന്നില്ലേ, കുടുംബത്തിന് വേണ്ടി ജീവിച്ച് എന്നെ പറ്റിക്കായിരുന്നില്ല എന്നൊക്കെ പറയും. അതിൽ തമിഴിൽ ഈ പ്രഭ എന്ന് പറഞ്ഞ അമ്മ പാവം കേട്ടോ. ഇതിലിപ്പോ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ പ്രഭ സ്വഭാവം മാറിയിട്ടുണ്ടല്ലോ. തമിഴിൽ അങ്ങനെയല്ല. പ്രഭ എപ്പോഴും ഒരേ സ്വഭാവം തന്നെയാണ്. ജാനകിന് തന്നെ വലിയ കാര്യമുള്ളൊരു ക്യാരക്ടറാണ്. അങ്ങനെ നമ്മുടെ തമിഴിൽ ഇപ്പൊ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഇതിന്റെ ഒറിജിനൽ റീമേക്കിലേക്ക് വരുവാണെങ്കിൽ തമ്പിയുടെ മകളാണ് ഈ ജാനകി എന്നുള്ള കാര്യം പറഞ്ഞിരുന്നല്ലോ. ഈ സത്യം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തമ്പിയുടെ ഇപ്പത്തെ ഭാര്യയ്ക്ക് അറിയാം, അതായത് അപർണയുടെ അമ്മക്ക് അറിയാൻ കേട്ടോ. പക്ഷെ അത് ജാനകിയാണെന്ന് അറിയില്ല. പക്ഷെ ജാനകിയാണെന്ന് അറിയുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് തമ്പി അപ്പോഴും അംഗീകരിക്കില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അപർണ തന്നെ തെറ്റിദ്ധരിക്കില്ലേ. അപർണ തന്റെ പൊന്നുമോൾ അപർണയാണല്ലോ. അപർണ തനിക്ക് നഷ്ടപ്പെടുന്നൊരു പേടി കാരണം തമ്പി ഇതൊന്നും പറയാൻ കൂട്ടാക്കില്ല. പിന്നെ നാണക്കേടും ആണല്ലോ, ബാക്കിയുള്ളവരുടെ മുഖത്തൊക്കെ എങ്ങനെ നോക്കും. അതുകൊണ്ട് ജാനകി സ്വന്തം മകളാണെന്ന് അറിഞ്ഞിട്ടും നമ്മുടെ തമ്പി അറിയാത്ത പോലെ നടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ തമ്പിയുടെ ഭാര്യ ചോദിക്കേണ്ടത്, നിങ്ങളുടെ മകളല്ലേ ജാനകി എന്ന് ചോദിക്കുമ്പോൾ തമ്പി ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജാനകിയുടെ പേരിൽ ഇവർ ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ തമ്പിയുടെ ഇപ്പത്തെ ഭാര്യ ഉണ്ടല്ലോ, അവർക്ക്
അവർക്ക് ജാനകിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരു പേടിയാണ് ഉള്ളിൽ, വേറൊന്നുമല്ല. ഈ ജാനകിയുടെ അമ്മ ജീവനോടെ ഉണ്ട്, പക്ഷെ അത് ആരാണെന്നൊന്നും അറിയില്ല, കാണിച്ചിട്ടുമില്ല. അപ്പൊ അവര് വരുവാണെന്നുണ്ടെങ്കിൽ തനിക്കും തന്റെ മോൾക്കും പിന്നെ തമ്പിയുടെ ജീവിതത്തിൽ സ്ഥാനമില്ലല്ലോ. അപ്പൊ ആ ഒരു ഇതാണ് നമ്മുടെ ഇവർക്ക്, അതായത് തമ്പിയുടെ ഇപ്പത്തെ ഭാര്യയ്ക്ക്. പക്ഷെ ജാനകി എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ജാനകിനി തമ്പി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവർ പറയുന്നുണ്ട്, നിങ്ങളുടെ മകളല്ലേ ജാനകി, ജാനകി നിങ്ങളുടെ സ്വന്തം ചോര തന്നെയല്ലേ, രണ്ടു മക്കളെയും ഒരുപോലെ തന്നെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ അപർണ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അപർണക്ക് ഇച്ചിരി സംശയമൊക്കെ തോന്നാണ്. വേറൊന്നുമല്ല, തമ്പിക്ക് പഴയ പോലത്തെ ഒരു ദേഷ്യവും വാശിയൊന്നും ജാനകി എടുത്തില്ല. അതിന്റെ കാരണം എന്താണ് എന്ന് അപർണ അന്വേഷിക്കുകയാണ്. അപ്പൊ ഇവർ അതിന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏറെ കുറെ അപർണ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അപർണക്ക് ക്ലിയർ ആയിട്ടൊന്നും മനസ്സിലാവില്ല. പക്ഷെ അപർണക്ക് ഏറെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്തോ ഒരു ഉടായ്പ് അച്ഛൻ ഒപ്പിച്ചിട്ടുണ്ട് ചെറുപ്പകാലത്ത്. പക്ഷെ അതെന്താണെന്ന് അറിയില്ല. അപർണ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് തന്റെ ചേച്ചിയാണ് ഈ ജാനകി എന്നുള്ള സത്യം. അതിനുശേഷമാണെങ്കിൽ സൂര്യ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യം പറഞ്ഞ് നമ്മുടെ തമ്പിനെ പേടിപ്പിക്കുകയും ചെയ്യും കേട്ടോ. നിനക്ക് മുമ്പൊരു ബന്ധം ഉണ്ടായിരുന്നില്ലേ, എടാ ഞാനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നു, പക്ഷെ ആ ബന്ധം ഞാൻ കല്യാണം കഴിച്ച സ്ത്രീയാണ് ആദ്യ ഭാര്യ എന്ന് വേണ്ടത്. അതിലെനിക്കൊരു മോനുണ്ട് അഭി, ഞാൻ അന്തസ്സായിട്ട് തന്നെയാടാ പ്രഭയെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രഭേനെ കല്യാണം കഴിച്ചത്. നീ ഒരു പെണ്ണിനെ കീഴ്പ്പെടുത്തി, പ്രണയം നടിച്ച് കീഴ്പ്പെടുത്തിയിട്ടാണ് ആ പെണ്ണെ ഗർഭിണിയാക്കിയിട്ട് ചതിച്ച് കളഞ്ഞവനല്ലേടാ നീ. നിന്റെ ഈ ചരിത്രമൊക്കെ നിന്റെ ഭാര്യയും നിന്റെ മകൾ ഇപ്പൊ നിന്നെ പൊക്കി പിടിച്ചടക്കാണല്ലോ, നീ എന്തോ വലിയ സംഭവമാണ്. നിന്റെ മകളെ കാരണമല്ല, നാണക്കെട് നീ ആലോചിച്ച് നോക്കണം. എന്റെ മകൻ അമലിനെ പോലും നാണക്കേടല്ലടാ നിന്റെ തമ്പിക്ക് ഇതിനു മുമ്പ് ബന്ധമുണ്ടായെന്നൊക്കെ പറയാൻ. അതുകൊണ്ട് സ്വന്തം കണ്ണിലെ കാലിന്റെ അടുത്ത് മാറ്റിയിട്ട് മതിയടാ മറ്റുള്ളവരുടെ കണ്ണിലെ കോലെടുത്ത് മാറ്റേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് കുത്തൊക്കെ ചെയ്യും കേട്ടോ. തമ്പിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരും. പിന്നീട് സൂര്യ പറയണ്ട, നിന്റെ അത് മാത്രമല്ല പല ചതികളും നീ ഒരുപാട് പേരെ ചതിച്ചിട്ടുണ്ട്. അതിന്റെ ഫുൾ ലിസ്റ്റും ഒരുപാട് കാര്യങ്ങളും എന്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ സമയമാകുമ്പോഴേക്കും പ്രയോഗിക്കാടാ. മര്യാദക്ക് നീ എന്റെ മുമ്പിൽ പഴയ പോലെ നിൽക്കുവാണെങ്കിൽ, നമ്മുടെ സുഹൃത്തുക്കളെ പോലെ നിൽക്കുവാണെങ്കിൽ എല്ലാം നമ്മൾ സ്മൂത്ത് ആയിട്ട് പോകും. എല്ലാ ശത്രുക്കളാവേണ്ട നിന്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും പുറത്തേക്ക് പറയും. നീ ഞാൻ സുഹൃത്തുക്കളായിരുന്നു ഒരുപാട് വർഷം ചെറുപ്പം മുതൽ നമ്മൾ സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് നിന്റെ A to Z കാര്യങ്ങൾ എനിക്കറിയാവുന്ന പോലെ നിന്റെ ഭാര്യയ്ക്ക് പോലും അറിയില്ല, എന്തിനാ നിന്റെ മകൾക്ക് പോലും അറിയില്ല. അതുകൊണ്ട് എൻ്റെ അടുത്ത് കളിക്കുമ്പോഴേ നീ സൂക്ഷിച്ച് കളിക്കണം. നീ കേട്ടിട്ടില്ലടാ, ആത്മാർത്ഥ സുഹൃത്തുക്കളെ പിണക്കാൻ പാടില്ല, പിന്നീട് അവരായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന്. അത് സത്യം തന്നെയാണ്. കാരണം അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളും സത്യങ്ങളും അവരുടെ ഉള്ളിലെ രഹസ്യങ്ങളൊക്കെ സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയുള്ളൂ. അവർ തെറ്റി പിരിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മറ്റുള്ളവർക്ക് പറയൂ. അതുകൊണ്ട് നീ എന്തായാലും സൂക്ഷിതയോടെ നടന്നോ. നിന്റെ മകൾ, നിനക്കൊരു മകളുണ്ടടാ, അല്ലെങ്കിൽ ഒരു മകനുണ്ടാവും, അവൾ നിന്നെ അന്വേഷിച്ചു വരുന്നൊരു സമയം ഉണ്ടാവും. അവരുടെ മുമ്പിലേക്ക് നീ കണക്ക് പറയേണ്ടത്, നീ ഒരു സമയത്ത് കണക്ക് പറയേണ്ടി വരുവടാ എന്നൊക്കെ പറയാണ്. നമ്മുടെ തമ്പിയാണെങ്കിൽ ആകെ തകർന്നു പോകുക കേട്ടോ. എന്തായാലും നമ്മുടെ ജാനകിയുടെ അമ്മയും അച്ഛനും വരുമെന്ന് അഭി കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ചയിലെ പ്രൊമോയിൽ പറഞ്ഞതാണ്. ഇതുവരെ വന്നിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. തമ്പിയാണ് ജാനകിയുടെ അച്ഛൻ എന്നൊരു ഒരു എപ്പിസോഡ് പോലും പറഞ്ഞിട്ടില്ല. എന്തായാലും ഈ ആഴ്ച കഴിയുമ്പോൾ അടുത്ത ആഴ്ച എന്തായാലും തമ്പിയാണ് ജാനകിയുടെ അച്ഛൻ എന്നുള്ള സത്യം എല്ലാവരും അറിയുന്ന നിമിഷം തന്നെ ആയിരിക്കും കേട്ടോ. എല്ലാവരും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാനകിയും അപർണയും അതുപോലെ തന്നെ അവരൊക്കെ ചെറുതായിട്ട് അറിയണ ഭാഗങ്ങൾ കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.